എനിവൺ? ആരെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? എല്ലാവരും പുതിയ ആൾക്കാരാണോ? പഴയത് ആരുമില്ല? യെസ് സാർ. സുരേബി പറഞ്ഞു. മാജിക് മോനൊക്കെ. വേറെ ആരെങ്കിലും? സുലഭ അല്ലാതെ ക്ലാസ് നല്ല ഫീഡ്ബാക്ക് ഒക്കെ തന്നാണല്ലോ, ചെയ്യാന്നൊക്കെ പറഞ്ഞാണല്ലോ, എന്നിട്ട് ആരും ചെയ്തില്ല. അത് അന്നേ മറന്നോ? ക്ലാസ്സിന്റെ അന്ന് തന്നെ മറന്നോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുന്നുണ്ടല്ലോ. അല്ല, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് രസമായിരുന്നു. ആരെങ്കിലും വെരി ഹെൽപ്ഫുൾ. ഓക്കെ, സൂം യൂസർ പേരറിയില്ല. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊക്കെ ഒന്ന് പറഞ്ഞോട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്തെന്നോ ചെയ്തില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ആ ഓക്കെ ഓക്കെ സാർ. അതല്ല, ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ആരെങ്കിലും ചെയ്തോന്ന് ചോദിച്ചായിരുന്നു, മൈൻഡൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. സിന്ധു മാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു വിളിക്കാൻ പറ്റില്ല, ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഡൽഹിയിലായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വിളിക്കാനും പറ്റിയില്ല. വേറെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നു? മനസ്സിലായി, തിരക്കായിരിക്കുന്നു. ആ, നമുക്ക് ഈ അടുത്ത ദിവസം എന്തായാലും സംസാരിക്കാം. ഞാൻ ഡൽഹിയിലായിരുന്നു, ഞാൻ ഇന്നലെ വന്നോളൂ, തിരിച്ചു വന്നു. താജ്മഹലൊക്കെ ചെറുതായിട്ട് കണ്ടിട്ട് വന്നു. താജ്മഹൽ കാണാൻ വേണ്ടി പോയതല്ല, ജോലിക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അത് കണക്ട് ചെയ്തതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇന്ന് രാവിലെയും കൂടി നമ്മളത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സേഫു സാറിന്റെ മെഡിറ്റേഷനിൽ നമ്മൾ ഐ എം സോറി നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എനിവേ, ഇന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വ്യത്യസ്തമാണോ എന്ന്. ഞാൻ വളരെ വ്യത്യസ്തം എന്ന് തോന്നിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാര്യം വെച്ചാല് ഈ ഹെഡിങ് കണ്ടപ്പോ എന്ത് തോന്നി? വർക്ക് ഈസ് പ്ലേ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ആരെങ്കിലും ഹെഡിങ് കണ്ടോ? എന്താ ആരൊന്നും മിണ്ടാത്തത്? അത് കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയോ? എന്തായിരിക്കും വല്ലതും തോന്നിയോ? ആരെങ്കിലും എന്താന്ന് മനസ്സിലായി. മനസ്സിലായില്ല. വേറെ ആരെങ്കിലും? ഒന്ന് ഉഷാറാവുന്നേ. ആരെങ്കിലും എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറ. വെറുതെ അവിടെ നിന്ന് ഉറങ്ങണമെന്ന് അറിയാനായി. മെഡിറ്റേഷൻ അതിൽ ചിലപ്പോ ഉറക്കത്തിലേക്ക്, അഗാധ നിദ്രയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ സാർ പറയുന്നത് കേൾക്കണം, ഉറങ്ങുന്നില്ല. എന്തായാലും സാറിന്റെ ക്ലാസ്സിൽ പറയുക എന്നുള്ള ഒരു ആകാംക്ഷയിലിരിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു നസീറ മാം, താങ്ക്സ് എ ലോട്ട്. ഈ വർക്ക് ഈസ് പ്ലേ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ആർക്കൊന്നും തോന്നിയില്ല, മനസ്സിലായില്ല. വെരി ഗുഡ്, മനസ്സിലാവരുത്. ഓക്കെ. ശരിക്കും വർക്ക് ഈസ് പ്ലേ എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ടോപ്പിക്കാന്ന് പറഞ്ഞു വെച്ചാല് ഓക്കെ, അത് പറഞ്ഞപ്പോ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുന്നത്? സത്യമായിട്ട് പറയണം. മാറണമെങ്കിൽ മാറണം തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ജോലി കിട്ടിയേക്കൊള്ളാന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ ഇഷ്ടമാണ്, ഇഷ്ടമല്ല? ഒന്ന് പറയാവോ? ഇഷ്ടമാണ്. ഓക്കെ, സിന്ധു മാമിന് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ആഗ്രഹമുണ്ടോ? വേറെ മാറണമെന്നൊക്കെ ആഗ്രഹം? ഞാൻ ഇതാണ്. ഓക്കെ, പ്രസൂബിന് ഇഷ്ടമാണ്. ഞാൻ ഇത് അല്ല, എന്റെ ആഗ്രഹം ഇതായിരുന്നു, പക്ഷെ ഞാൻ വന്നു പെട്ടത് ഇതിനകത്താണ്. ഫൗണ്ടേഷൻ സാറിന് നോ പറഞ്ഞു. ഇഷ്ടമാണ്. നിഷയ്ക്കോ ഇഷ്ടമാണ്. മാറണമെന്ന് ആഗ്രഹമുണ്ട്. മാറണമെന്ന് ആഗ്രഹമുണ്ട്. സനോജ് ഓക്കെ. വേറെ ആരാ? യെസ്, കുറച്ചു പേരൊക്കെ എന്നോട് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ ആണ്. സാർ യെസ്. ഇഷ്ടമാണെന്നാണോ ഇഷ്ടമല്ലെന്നാണോ? മാറണമെന്നുണ്ട്. ഓക്കെ, ശ്രീഷ വെരി ഗുഡ്. ഞാൻ അതാണ് പറഞ്ഞ, സത്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞൊരു കേസ്. നസീർക്ക് ഇഷ്ടമല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. വർക്ക് ഈസ് പ്ലേ എന്ന് പറഞ്ഞാല് കുറെ പേരും കൂടി ഇഷ്ടമാണെന്ന് വരുന്നുണ്ട്. പ്രസിദ്ധനായ ഓക്കെ, അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. സ്ക്രീൻ കാണാന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ.
ഓക്കെ, നിങ്ങൾ കണ്ടു കാണും, ഇത് വെറും ഒരു ചായക്കാരനാണ്. ഒരു ഞാൻ പറഞ്ഞ കേരളത്തിൽ നിങ്ങൾ കയറുന്ന ചായക്കടയിൽ ഏതെങ്കിലും ഒരു ചായക്കടക്കാരനോട് നിങ്ങൾ ചോദിക്കണം, ചേട്ടാ ഈ ചായ അടിക്കുന്ന ജോലി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര പേര് ഇഷ്ടപ്പെട്ട് ചായ അടിക്കുന്നവരുണ്ടോ? കാര്യം ചായ അടിക്കാന്ന് പറഞ്ഞ ഒരു ചെറിയ പണിയല്ല, മടുത്തു പോകും. കാര്യം വെച്ചാല് ഒരു ദിവസം എത്ര ചായ അടിക്കണമെന്ന് അറിയാവുമാര്. ഇതിങ്ങനെ നമ്മൾ പറയുമ്പോ ഒരു ചായ, ചേട്ടാ ഒരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജോലി തീർന്നു. അത് നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ സീനാണ് ചായ. ഞാനിപ്പോ ഞാൻ പറയില്ല, ഞാൻ ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ചായ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചായയേ ഉള്ളൂ. അത് ഇങ്ങനെ എന്താ പറയാ, അത് അവരൊരു ചെറിയതായിട്ട് തരും, നല്ല രസമാണ് കുടിക്കാനായിട്ട്. നമ്മുടെ കേരളത്തിലെ ചായ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ചേട്ടാ ചായ വിത്ത് മധുരം വിത്തൗട്ട് മധുരം, ലൈറ്റ് ഹാർഡ്, പിന്നെ നീട്ടി അടിച്ചത്. ഞാൻ അങ്ങനെ കേട്ടുന്ന ആൾക്കാർ നീട്ടി അടിച്ചത്, അടിക്കാത്ത ചായ, പൊടിയിട്ട ചായ. ഇങ്ങനെ ഒരു 5 ആള് വന്ന് ചായ പറഞ്ഞാൽ 5 തരമായിരിക്കും. ഈ ചായയൊക്കെ അടിക്കുന്നവന്റെ അവസാനത്തെ മാനസിക അവസ്ഥ എന്തായിരിക്കും? ശോകമായിരിക്കില്ലേ? പക്ഷെ നിങ്ങളിപ്പോ കണ്ട ചായക്കാരനെ കണ്ടോ? അവന്റെ ജോലി ഭയങ്കര എൻജോയ് ചെയ്ത് സ്റ്റൈൽ. ഒരു ചായക്കാരന്റെ ഡ്രസ്സാണ് അത് ബിൽഗേറ്റ്സ് വന്നുകൊണ്ട് ഇട്ടതല്ല. അവന്റെ ഡ്രസ്സും അവന്റെ സ്റ്റൈലും. അവൻ ആദ്യം വളരെ ഗതികെട്ട് ഒരു വളരെ എന്താ പറയാ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ പുള്ളിക്കാരൻ എങ്ങനെ ജീവിതത്തിൽ നല്ലൊരു വഴി കണ്ടെത്താം എന്നുള്ള രീതിയിൽ പുള്ളി ചായ തുടങ്ങി കഴിഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാപ്പി ആക്കാം, കുറച്ചും കൂടിയും എങ്ങനെ അവരെ ഹാപ്പി ആക്കാം എന്നുള്ള രീതിയിൽ പുള്ളി അതിലേക്ക് കുറച്ച് സ്റ്റൈൽസ് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ പുള്ളി ലോക പ്രശസ്തനായി. ബിൽഗേറ്റ്സ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ആ ചായക്കാരൻ മാറി. സോ ഒരു ചായക്കാരന്റെ ജോലി പോലും ലോക പ്രസിദ്ധമായി. എന്നിട്ട് ആ യൂട്യൂബ് ഞാൻ എടുത്ത വീഡിയോ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നത് ബിൽഗേറ്റ്സിന്റെ ചാനലിലാണ്. സോ ബിൽഗേറ്റ്സിനെ പോലെ ലോക കോടീശ്വരന്റെ ചാനലില് നമ്മുടെ ഇന്ത്യയിലെ ഒരു ചായക്കാരന്റെ വീഡിയോ പോസ്റ്റഡ് ആവണം. വൈ? ബിക്കോസ് ചായക്കാരൻ ഈസ് എൻജോയിങ് ഹിസ് വർക്ക്. അവൻ ആ ചായ ഉണ്ടാക്കുന്നതും ആ സ്റ്റൈൽ ഉണ്ടാക്കുന്നതും അവൻ എൻജോയ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഒരു എന്താ പറയാ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിപ്പോ പെട്ടെന്ന് തപ്പിയിട്ട് കിട്ടില്ല. ഞാൻ നിങ്ങൾ അതും കാണിച്ചത്. അതായത് ഹാർഡായിട്ടുള്ള ജോബാണ്, പക്ഷെ ദേ ആർ മേക്കിംഗ് ഇറ്റ് ആസ് എ പ്ലേ, ഒരു ഗെയിം പോലെ. ഇത് നീട്ടി ഒടിക്കുന്നത്, കറക്കി അടിക്കുന്നു, ഐസ്ക്രീം ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ, ആൾക്കാരെ ഭയങ്കര എന്റർടൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വർക്കിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ഇപ്പൊ കുറച്ചു പേര് എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ജോലി മാറണമെന്നുണ്ട്, അല്ലെങ്കിൽ ജോലി പോരാ എങ്കിൽ. ഞാൻ പറയണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ജോലി മാറാനും നമ്മൾ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മാറാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇഫ് യുവർ മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്, ഇഫ് യു മേക്ക് യുവർ വൊക്കേഷൻ ആസ് യുവർ വെക്കേഷൻ യു വിൽ ബി എ സക്സസ്. ഞാൻ ഒന്നുകൂടി പറയാം, ഇഫ് യു മേക്ക് യുവർ വൊക്കേഷൻ ആസ് യുവർ വെക്കേഷൻ യു വിൽ ബി സക്സസ്. എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വെക്കേഷൻ പോലെ ആവുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ആവണം. ഇതുപോലെ പിക്കാസോ, നിങ്ങൾക്കറിയാം ലോകത്തെ പ്രസിദ്ധമായ പിക്ചേഴ്സ് ഒക്കെ വരച്ച പിക്കാസോയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ഇഫ് ഐ വർക്ക് ഐ എൻജോയ്. ഇഫ് ഐ വർക്ക് നോട്ട് ഐ എൻജോയ്. ഹി സെഡ് ദാറ്റ് ഇഫ് ഐ വർക്ക് ഐ റിലാക്സ്. ഇഫ് ഐ ഡു നത്തിങ് ആൻഡ് entertaining the visitors, I will get tired. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ എന്റെ പെയിന്റിങ്ങോ, നമുക്കറിയാം ജോലി ചെയ്യാൻ കഷ്ടപ്പാടാണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ ജോലിയിലേക്ക് മുഴുകുമ്പോൾ ഐ ബിക്കം സോ റിലാക്സ്ഡ്. യെസ് ബഷീർ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തേക്ക് വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരികയോ ആളുകൾ എന്റർടൈൻ ചെയ്യേണ്ടി വരുമ്പോഴോ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. സോ ഇന്ന് മുതല് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജോലിയെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ ആക്കാൻ പറ്റും, കുറച്ചും കൂടി അത് എങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി എന്തായാലും നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചം തരില്ല, നമുക്ക് മാനസികമായിട്ട് നമ്മുടെ ആരോഗ്യം തരും. നമുക്കറിയാം പല ആളുകളും, ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് യു മേക്ക് യുവർ വൊക്കേഷൻ ആസ് വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ
വർക്ക് ഹോളിക്കായിട്ട് ജീവിതം നശിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണെങ്കിലും അത് ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇഫ് യു എൻജോയ് ഇറ്റ് യു വിൽ ബി സക്സസ്ഫുൾ. ഞാൻ അതിന് വളരെ വളരെ എവിഡന്റ് ആണ്. ബിക്കോസ് ഐ എം വർക്കിംഗ് ഇൻ ദി ഇൻഡസ്ട്രി ഫോർ ലാസ്റ്റ് 24 years. കാര്യം എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ജോലി തുടങ്ങിയതാണ്. ബാക്കി ഞാൻ പഠിച്ചതെല്ലാം എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് പഠിച്ചത്. അപ്പം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഒരു കമ്പനിയിൽ, ഈവൻ എനിക്ക് സാലറി തരാത്ത കമ്പനി ആണെങ്കിൽ പോലും, ഒരു കമ്പനിയിലും ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് ജോലിക്ക് പോവാതിരിക്കുന്നതാണ് എന്റെ വിഷമം. അത് ഞാൻ വെറുതെ പറയുന്നത്. ഇപ്പോ എന്റെ വൈഫോ എന്റെ പാരന്റ്സോ അവിടെ വന്നു കഴിഞ്ഞാൽ അവര് പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, ഓസ്റ്റിൻ ചേട്ടന് വീട്ടിലിരിക്കാൻ താല്പര്യമില്ല, പണിക്കൂ. ഞാൻ എത്ര വയ്യെങ്കിലും എത്ര ഇഷ്യൂസ് ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാലാണ് ഞാൻ റിലാക്സ്ഡ് ആവുള്ളൂ. വീട്ടിലിരിക്കുന്ന ദിവസം, സൺഡേ വീട്ടിലിരിക്കില്ല എന്നല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ മോർ റിലാക്സ്ഡ് ആവുന്നത് വെൻ ഐ ഡു സംതിങ്. ഒന്നും ചെയ്യാനില്ലാത്ത ദിവസം എനിക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമമാണ്. ഞാൻ ജോലിക്ക് പോയിട്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് അവിടെ വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻഗേജ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അന്ന് വൈകുന്നേരം എനിക്ക് എന്തോ ഒരു സങ്കടബോധമാണ്. അത് തന്നെ എന്നെ എന്റെ ജോലിയിൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാര്യം ഞാനിങ്ങനെ എപ്പോഴും പുതിയ പണികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ ജോലിയിൽ പുതിയത് ഇനി എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, വേറെ ഏത് ബിസിനസ് കൊണ്ടുവരാൻ പറ്റും, വേറെ ആളുടെ ജോലിയിൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഐ ഓൾവേസ് തിങ്ക് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ജോലി നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഒരിക്കലും ഒരു ടെൻഷനോ റിലാക്സേഷനോ ഉണ്ടാവില്ല. ഇത് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യുന്ന ആൾക്കാരാരാന്നറിയോ? നമുക്കറിയാം, ഈ സാധാ സർക്കാർ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ഞാൻ സർക്കാർ ജീവനക്കാരെ കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ കുറ്റമല്ല, അവരുടെ അവസ്ഥ പറയുന്നതാണ്. ഞാൻ പല സർക്കാർ ജീവനക്കാരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ചെറുതിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ സർക്കാർ ജോലിയിലുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അയൽവക്കക്കാരൻ മുഴുവൻ സർക്കാർ ജോലിയാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് പഠിച്ച് PSC ഒക്കെ പഠിച്ച് ഒരു ജോലി കിട്ടും. ആ കിട്ടുന്ന ജോലി അദ്ദേഹത്തിന്റെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ആയിരിക്കില്ല. എന്തോ ഒരു ജോലി, ചിലപ്പോൾ ക്ലർക്കായിരിക്കും, ഭയങ്കരമായിട്ട് പാടുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ഉള്ള ആളായിരിക്കും, ഓഫീസിലെ ക്ലർക്ക് ജോലിയായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് പാടുക, അല്ലെങ്കിൽ അദ്ദേഹം എൻജോയ് ചെയ്ത് പാടുമ്പോഴോ അതല്ലെങ്കിൽ ആളുകൾക്ക് ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ പെയിന്റ് ചെയ്യുമ്പോഴോ നാടകം കളിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ഈ രാവിലെ മുതലേ കുത്തിരുന്നിട്ട് ഈ ഓഫീസിലെ ക്ലർക്ക് ജോബി ആയിരിക്കും ചെയ്യുന്നത്. എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ മടുത്ത് കഷ്ടപ്പെട്ട് ജോലി. കാര്യം അതുകൊണ്ടാണ് പല ഓഫീസുകളിലും ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. കാര്യം അവരേ വെറുത്ത് ജോലി ചെയ്യുന്നു, പക്ഷെ അവർക്ക് അവിടെ നിന്ന് പോരാനും പറ്റൂല. എന്തുകൊണ്ടാണ്? ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് അതെങ്ങനെ ഇട്ടിട്ട് വേറെ പാഷന്റെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് വല്ല പാട്ട് പാടാനോ സിനിമയിലേക്കൊക്കെ പോയിട്ട് അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ പിടിച്ച് ഓടിച്ചിട്ടിരിക്കും. ഇത്രയും നല്ലൊരു സർക്കാർ ജോലി ഇട്ടിട്ട് നീ ഒഴിവാക്കിയോ? അപ്പൊ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാതെ ഒരു സാധനം ഉന്തി ഉരുട്ടി തള്ളി നമ്മൾ എങ്ങനെയെങ്കിലും അതിന്റെ എൻഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാറ്. ഞാൻ എന്തുകൊണ്ട് സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിലുള്ള ഒരാളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ നിർത്തിയിട്ട് പോകും, അവൻ അടുത്ത പരിപാടി നോക്കും. കാര്യം അവന് വലിയ ലോങ് ടൈം കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. പിന്നെ അത്രയ്ക്കും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ് അങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നോക്കുള്ളൂ. അല്ലാത്തവനെ കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ ആ ജോലി മാറി അവൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറാൻ ശ്രമിക്കും. അപ്പോ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുക്കുക, ആ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇഷ്ടപ്പെട്ട ജോലി, ഇപ്പൊ ഞങ്ങൾക്കറിയാം ഇതിനകത്ത് മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്, കുറച്ചും കൂടിയും എന്താ പറയാ ചെറുപ്പമുള്ള കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, റിട്ടയർഡ് ആയ ആൾക്കാരുണ്ട്, എല്ലാവരും പെട്ട ഒരു ഗ്രൂപ്പാണ്. പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുക്കാം എന്ന് അറിയോ? അല്ലെങ്കിൽ നിങ്ങളുടെ വൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാ തെരഞ്ഞെടുക്കണമെന്ന് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും? ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചത്. എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തെരഞ്ഞെടുക്കുക? ഏതാ അറിയില്ല, ഒന്ന് വിശദീകരിക്കാവോ? യെസ്, ഇതില് ഓക്കെ, ജോലി ഭാരമില്ലാതാവും. യെസ്, അത് നമ്മൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ, നമ്മള് കാണുന്നത് വെച്ചാല് ഹലോ, എന്റെ ഒരു സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണുന്നില്ലേ?
എഴുതാൻ പറ്റുന്നോട്ടല്ല. അയ്യോ, ഞാൻ ആദ്യമായിട്ട് ഓക്കെ. ഇപ്പൊ ഇതില് നമ്മൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പ്രസിദ്ധമായ കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയോ? ഇക്കിഗായ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഇക്കിഗായ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 4 ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവും ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാവോ ഏതാണ് 4 ചോദ്യം എന്നുള്ളത്? ഓർക്കുന്നുണ്ടോ ഇക്കിഗായിൽ ചോദിക്കുന്ന 4 ചോദ്യങ്ങള്? ആർക്കും അറിയില്ല? ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട ജോലിയാണോന്ന് ചോദിക്കേണ്ടത് ആണ്. അല്ല, ഇക്കിഗായിൽ ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. അതില് ആ ചോദ്യങ്ങള് കേട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കണം, ആ ജോലി നമുക്ക് അറിഞ്ഞിരിക്കണം, അത് ലോകത്തിന് അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ആവശ്യമുള്ളതായിരിക്കണം, നമുക്ക് സമ്പാദ്യം ലഭിക്കുന്നതായിരിക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതില് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അത് കുറച്ചും കൂടി ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടതെന്ന് വെച്ചാല് വാട്ട് യു ലവ് ടു ഡു എന്നുള്ളതാണ്. ഫസ്റ്റ് ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യം വെച്ചാല് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പാട്ടാവാം, ഡാൻസ് ആവാം, അതല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നതാവാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷമുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കാര്യം പല പ്രൊഫഷനിലും പെട്ട ആൾക്കാർ അതിൽ ഫെയിലിയർ ആയി പോകുന്നത്, ഇപ്പൊ നമുക്കറിയാം ആളുകൾ തന്നെ എക്സ്ട്രാവോർട്ട് ഉണ്ട്, ഇൻട്രാവോർട്ട് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാവോർട്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അറിയാലോ, എല്ലാവരോടും പോയി ഭയങ്കരമായിട്ട് സംസാരിക്കും, അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യും, എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാനൊക്കെ ആ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട്, വർത്താനം പറയാൻ ആൾക്കാരുണ്ട്, ഇങ്ങനെ എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് സമയമില്ലാത്തൊരു കുഴപ്പമുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങളൊരു റിസർച്ച് ജോബ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കട്ട ഫെയിലിയർ ആയിരിക്കും. കാര്യം ഈ റിസർച്ച് പോയിട്ട് ഈ പേപ്പറിലേക്ക് നോക്കുമ്പോഴേക്കും അവന് പ്രാന്ത, അവൻ ഇറങ്ങിയോളും. ചില ആളുകളുണ്ട്, സച്ചിന്റെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ആളുകളോട് മിണ്ടൂല, കാര്യമായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ അവര് ചെയ്യുന്ന ജോബിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ നോക്കിയപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ. ഇപ്പൊ നിങ്ങളിപ്പോ ഐൻസ്റ്റീൻ എടുത്തോ, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ ചോദിച്ചാൽ അവരുടെ പബ്ലിക് സ്പീച്ച് അല്ലെങ്കിൽ പബ്ലിക് പ്രസൻസ് ഭയങ്കര മോശമാണ്. ഈവൻ മോഹൻലാൽ പോലും, ഇത്രയും ഭയങ്കര ആക്ടർ ആയിട്ടുള്ള മോഹൻലാൽ, സ്റ്റേജിൽ വന്നൊരു വാക്ക് പറയാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കഷ്ടപ്പാടാണ്. ഞാൻ ഈ അടുത്ത് നമ്മുടെ കലേഷ്, നമ്മുടെ പ്രോഗ്രാം ഒക്കെ അവതരിക്കുന്ന കലേഷിന്റെ ഫ്രണ്ടാണ്. അപ്പൊ കലേഷ് എന്നോട് പറയാം, എന്റെ ഹോസ്റ്റിനെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇപ്പൊ ചെമ്പൻ വിനോദ് എന്തൊരു നല്ല ഒരു ആക്ടറാണ്, സ്റ്റേജിൽ കയറി ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ ഹിസ് ടോട്ടൽ ഫെയിലിയർ. ഫഹദ് ഫാസിലിനോട് പറഞ്ഞു നോക്കി, സ്റ്റേജിൽ കയറി 4 ആളോട് 2 പ്രസംഗമൊക്കെ പറയാൻ. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ എക്സ്ട്രാവോർട്ട് ആണ്, അവൻ ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ ഓരോരുത്തരും എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കണം. സമയം കുറവുള്ളതാണ്, ഞാൻ പെട്ടെന്ന് പോണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഈ ചോദ്യത്തിന് അത്ര പ്രശസ്തി ഇല്ല, കാര്യം ഈ പണി അറിയണം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഗുഡ് ആണോ എന്നുള്ളതാണ് കാര്യം. ഈ ഗുഡ് എന്നുള്ളതാണ് സാധനം, സ്കില്ലാണ്. നമ്മുടെ മനുഷ്യ ബ്രെയിൻസിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കറിയാലോ, ഐൻസ്റ്റീൻ പോലും ബ്രെയിനിന്റെ 15% യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കില്ലും പ്രാക്ടീസ് ചെയ്ത് നേടാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സ്കിൽ ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് 10,000 അവേഴ്സ് നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ മാസ്റ്റർ ആവാൻ പറ്റും. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. ദാറ്റ് ഈസ് സച്ചിൻസ് ഗ്യാരണ്ടി. ദാറ്റ് ഈസ് ലോട്ട് ഓഫ് പീപ്പിൾസ് ഗ്യാരണ്ടി. If you want to master something in any area, you have to spend 10,000 hours. ഇപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ 10,000 മണിക്കൂർ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാടാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഇപ്പൊ പാടാനായിട്ട് അത്ര പോരാ എന്ന കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ടെങ്കിൽ 10,000 അവേഴ്സ് പ്രാക്ടീസ് ചെയ്ത 10,000 അവേഴ്സ് ഒന്നും വേണ്ട. നിങ്ങൾ ഒരേ പാട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനം ഒരു 365 ഡേയ്സ് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ യു ആർ മാസ്റ്റർ ഓൺ ഇറ്റ്. ഒരു ഡൗട്ടും ഇല്ല. അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ യു വിൽ ബി മാസ്റ്റർ ഓൺ ഇറ്റ്. ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക്ഔട്ട്സിനൊക്കെ പോകാറുണ്ട്. ഞാൻ ഈ അടുത്ത് നിർത്തിയിട്ട് പിന്നെയും തുടങ്ങിയതാണ്, ജോലി തിരക്കുകളും. പിന്നെ എനിക്ക് കയ്യിലൊക്കെ ഒരു പെയിൻ വന്നിട്ട്, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവര് പറഞ്ഞു വെച്ചാല്, ഞാൻ മീൻസ് ആ ഒരു വർക്ക്ഔട്ടിന് വേണ്ടി ചെന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഇപ്പൊ അവര് പറയുമ്പോ ഒരു കാർഡിയോ വർക്ക്ഔട്ട്സ് ഒക്കെ പറയുമ്പോ ഈ
മറ്റേ മൗണ്ടൻ ക്ലൈമ്പിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അണച്ചിട്ട് 4 പോലും ചെയ്യാൻ പറ്റണം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ എന്നോട് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്തതാണ്, ഗ്രാജുവലി. അപ്പോ ആ കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ അവിടെ ഒരു ട്രെയിനർ ഉണ്ട്, അയാൾ പറയും ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇല്ല പോവില്ല, 5 ചത്ത് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറയും നോ മേക്ക് ഇറ്റ് 10, 15, 20 അങ്ങനെ 100, 200, 300 അങ്ങനെ പ്രോഗ്രസ് ചെയ്തിരുന്നു. സോ ഇന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ സാധാരണ ഒരു 5, 5:45 പോകും. ഇന്നിപ്പോ ക്ലാസ് ഉള്ളത് 6:30 ആകുമ്പോൾ ഞാൻ സ്പോട്ടിൽ ഇറങ്ങി നേരെ ആദ്യത്തെ പരിപാടി വർക്ക്ഔട്ട് ചെയ്യാന്നില്ല. കാര്യം ചെയ്ത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് ഗുഡ് ആവാൻ ബുദ്ധിമുട്ടില്ല, യു ക്യാൻ വർക്ക് ഇറ്റ്. പിന്നെ 3ാമത്തെ ചോദ്യം എന്തായിരുന്നു അബ്ദുൾ റസാഖ് സാറേ? ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കണം. അതിക്ക് മുമ്പ് ഒരു ചോദിച്ചാല് വിൽ ദേ പേ ഫോർ ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹത്തിന് അവർക്ക് ആളുകൾ പൈസ തരുമെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില ആൾക്കാർ പറയും എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചാരിറ്റി ചെയ്യാന്നുള്ളതാണ്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ എല്ലാവരും ചാരിറ്റി ചെയ്യണം. കാര്യം അള്ളാഹ് പഠിച്ചോ നമുക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇത് മാത്രമാണ് എന്റെ പരിപാടി. അവന് എവിടുന്ന വരുമാനം ഉണ്ടാവും? കാശ് അങ്ങോട്ട് കൊടുക്കണം. ഈ ചാരിറ്റി ചെയ്യുന്നതിന് ആരെങ്കിലും ഇങ്ങോട്ട് കാശ് കൊടുക്കും. ഈ ആൾക്കാരിൽ നിന്ന് മുഴുവൻ പിരിച്ച് ആൾക്കാർ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യും. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൂട്ടി വയ്ക്കുന്ന പോലെയല്ല, ഇത് തന്നെ ജോലിയാക്കി നടക്കുന്ന കുറെ പേരുണ്ട്. അപ്പം ആൾക്കാര് നമ്മൾ ചെയ്യുന്ന ഒരു സ്കില്ലിന് നമുക്ക് പൈസ തരണം. നമ്മളിപ്പോ ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിനെ പേ ചെയ്യാൻ റെഡി ആവണം. നമ്മളിപ്പോ ഒരു പാട്ട് പാടണമെങ്കിൽ ആ പാട്ടിന് ആൾക്കാർ പൈസ തരാനായിട്ട് റെഡി ആവണ സ്കില്ലായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ നമുക്ക് ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്, അതിന് ആരും പൈസ തരുന്നില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മേക്ക് യുവർ പ്രൊഫഷൻ എന്നുള്ളതാണ്. ലാസ്റ്റത്തെ വിൽ ദ വേൾഡ് നീഡ്സ് ഇറ്റ്? ലോകത്തിന് ഇതെന്താവെങ്കിലും ആവശ്യമുണ്ട്. ലോകത്തിന് ആവശ്യമുള്ള കാര്യമാണ്. ലോകത്തിന് നിങ്ങളുടെ ഈ ഒരു സ്കില്ല് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു പാട്ട് കൊണ്ട് എന്ത് ലോകത്തിന് ആവശ്യം? സത്യം പറഞ്ഞാൽ എന്തോരം ആൾക്കാർ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നു. വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ഒരു പാട്ട് പാടി റിലാക്സ് ചെയ്യാൻ പറ്റിയ ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനിയിപ്പോ നന്നായിട്ട് ഒരു അഭിനയം കൂടെ ഒരാളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ അതും നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ഈ ഒരു ടെക്നിക്കൽ സ്കിൽ, നിങ്ങളൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ലോകത്തിന് കുറേയും കൂടി നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, ലോകത്തിന് ആവശ്യമാണ്. അങ്ങനെ ഇത് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതെല്ലാം മാച്ച് ചെയ്ത് വരുന്ന ഒരു എക്സാമ്പിൾ ഈ ലാസ്റ്റത്തെ ആൻസർ പറയുമ്പോൾ ഞാൻ പറയും. ചില പിള്ളേർ സെറ്റിന് ക്ലാസ് എടുക്കുമ്പോഴാണ് കൂടുതലും പറയാം. നിങ്ങളൊന്ന് ആലോചിക്കും, ചില പിള്ളേരോട് നമ്മൾ ചോദിക്കും മോനെ നിനക്ക് എന്താ ഇഷ്ടം? എനിക്ക് കഞ്ചാവ് വലിക്കാനാണ് താല്പര്യം. അപ്പൊ അവന്റെ ഇഷ്ടമുള്ള കാര്യം ഓക്കെ കഞ്ചാവ് വലിക്കുന്നതാണ്. വാട്ട് യു ആർ ഗുഡ് അറ്റ്? കഞ്ചാവ് വലിക്കണം, അപ്പൊ അതുകൊണ്ട് കാശ് ഉണ്ടാക്കണം, അത് വിൽക്കണേൽ എനിക്ക് ഭയങ്കര സ്കില്ലാണ്, ഞാൻ എവിടെയും പോയി കഞ്ചാവ് വിൽക്കും, ഭയങ്കര സ്കില്ലുണ്ട്. വിൽ ദേ പേ ഫോർ ഇറ്റ്? യെസ്, കാശ് തരും. കാര്യം വെച്ചാൽ മറ്റേതിന് ഇപ്പൊ ബാക്കിയുള്ള സാധനം വിറ്റ് ചെയ്യുമ്പോൾ 50 രൂപ 100 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോ ഇത് 100 രൂപയുടെ സാധനത്തിന് ചിലപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. സോ ആൾക്കാർ പൈസ തരും. അപ്പൊ ഇവന്റെ പ്രൊഫഷൻ ആക്കാൻ പറ്റുമോ? ഇല്ല. വിൽ ദ വേൾഡ് നീഡ് ഇറ്റ്? ലോകത്തിന് അത് ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ലോകത്തെ നശിപ്പിക്കുന്നതാണ് ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മള് ഈ രീതിയിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ കണ്ടെത്താൻ പറ്റുക, ചൂസ് ചെയ്തവര്. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട്, സാറേ ഞാനത് ഓൾറെഡി ചൂസ് ചെയ്ത് പോയി, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല, കാര്യം ഇനി ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏത് പ്രായത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം വെച്ചാല് നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലിനെ എങ്ങനെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതാക്കാം, ആ ജോലിയിൽ എങ്ങനെ കുറച്ചും കൂടി മനോഹരമാക്കാം, അല്ലെങ്കിൽ ആ ജോലി കുറച്ചും കൂടി ഇങ്ങനെ ആസ്വാദികരമാക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ എന്നെ ആൾക്കാർ വളരെ രീതിയിൽ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ ആ രീതിയിലല്ല ഉദ്ദേശിച്ചെങ്കിൽ പോലും പണ്ടൊക്കെ ഞങ്ങൾ കരാട്ടെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കരാട്ടെ സാർ പറയും, എടാ വരുന്ന വഴിക്ക് ഏതെങ്കിലും പെമ്പിളരൊക്കെ നോക്കി വെച്ചോളൂ എന്നൊക്കെ പറയും. വേറെ ഒന്നല്ല വായലോക്കാൻ വേണ്ടിയിട്ട്. പണ്ട കാലത്തൊക്കെ വായലോക്കലാണ്, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എടാ നിങ്ങൾക്ക് ഇങ്ങനെ പെൺകുട്ടികളെ വായലോക്കണം എന്നുള്ളതല്ല ആ കാലത്തെ ഒരു ടീനേജേഴ്സിന്റെ താല്പര്യമാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വരുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ നീ എല്ലാ ദിവസവും കരാട്ടയ്ക്ക് കൃത്യമായിട്ട് വരും, ആ കൊച്ചിനെ കാണാലോ. അല്ലാതെ കരാട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോ ഈ എക്സസൈസും അടിയും ഒക്കെ ആയിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പോണ വഴിക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കണ്ട് ഉപദ്രവിക്കാനൊന്നല്ല കേട്ടോ, ഇങ്ങനെ കണ്ട് വായലോക്കി അങ്ങോട്ട് പോയാലോ എന്നൊക്കെ സാറുമാര് പറയായിരിക്കും. നമ്മൾ അങ്ങനെ ആക്കാനല്ല, പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയിൽ കുറച്ചും കൂടി നമ്മുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുക. ഇപ്പൊ ആ ചായക്കാരൻ മാറ്റിയ പോലെ, അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് വളരെ ചിരിച്ച് എന്റർടൈൻ ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് എപ്പോഴും നമ്മുടെ ജോലിയിൽ കൊണ്ടുവരാ.
അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ജോലി ഭയങ്കര ആസ്വാദ്യം കിട്ടും. ഈ ഒരേ ജോലി എല്ലാ ദിവസവും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മടുത്തു പോകും. സത്യം പറഞ്ഞാൽ ഇന്നലെ കൂടെ എന്റെ അടുത്ത് ചോദിച്ചു. കാര്യം ഞാൻ അപ്പോളോ ഡയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ, നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. MRF ആണ് മൊത്തം ടയേഴ്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തണമെങ്കിൽ. ട്രക്ക് ടയേഴ്സിൽ MRF എന്തുകൊണ്ട് നമ്പർ 1 എന്ന് വെച്ചാൽ എല്ലാ ടയറും കൂടി കൂട്ടുമ്പോഴാണ്. പക്ഷെ ട്രക്ക് ടയേഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ഒരു കമ്പനി അപ്പോളോ ടയേഴ്സ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 അപ്പോളോ തന്നെയാണ് ട്രക്ക് ടയേഴ്സിൽ, വലിയ വണ്ടികളുടെയും ജീപ്പിന്റെയും ലോറിയുടെയും ഒക്കെ ടയേഴ്സിൽ. അപ്പൊ ആ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന ആൾ തന്നെ. ആ ജോലി ഉണ്ടായിട്ട് ഗൾഫിൽ ഒരു ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു സെക്യൂരിറ്റിനെ ബ്രേക്ക് ചെയ്ത് ഗൾഫിൽ പോയിട്ട് ഒരാളാണ്. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, കാര്യം ആ ജോലി എന്ന് പറഞ്ഞാല് എന്റെ വീടിനടുത്താണ്. വീടിനടുത്ത് വെച്ചാൽ ഹാർഡ്ലി 30 to 35 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. അത് ഡ്രൈവ് ചെയ്യേണ്ട, കമ്പനി ബസ് വന്ന് എന്നെ പിക്ക് ചെയ്യും. 3 ഷിഫ്റ്റ് ജോലിയുണ്ട്. ജോലിക്ക് പോവാ, ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വാട്ട് എവർ ഇറ്റ് മേ ബി, ചായ, കടി, ഇതെല്ലാം ഫുഡ് കംപ്ലീറ്റ് ദേ വിൽ ടേക്ക് കെയർ. നമുക്ക് ലീവ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. വർഷത്തിൽ എങ്ങനെ പോയാലും 10-45 ദിവസം ലീവ് ഉണ്ടാവും. ലോൺസിന് പ്രശ്നമില്ല. ശരിക്കും ഒരു സർക്കാർ ജോലിയുള്ള ഒരു ജോലിയാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര, എല്ലാവർക്കും അങ്ങനെ തോന്നില്ല, എന്നെ സംബന്ധിച്ചത് ഭയങ്കര ബോറിങ്. കാര്യം ഞാൻ അവിടെ ഒരു ടയർ ബിൽഡർ ആയിരുന്നു. എന്റെ പണി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈ ടയർ ഉണ്ടാക്കലാണ്. എല്ലാ ദിവസവും ഈ കറുത്ത ടയർ ഉണ്ടാക്കലാണ് എന്റെ പണി. അത് ഒരു 10 മിനിറ്റ്സ് പ്രോസസ്സാണ്. ഒരു ടയർ ഉണ്ടാക്കാൻ വലിയൊരു പ്രോസസ്സാണ്. ഇതിന്റെ എല്ലാ മെറ്റീരിയലും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു 10 മിനിറ്റ് പ്രോസസ്സാണ്. ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരേ ടയറാണ്. ടയറിൽ വെറൈറ്റി ഒന്നുമില്ല. കാര്യം വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നമ്മൾ കാണുന്നതിൽ ചിലപ്പോൾ ഒരു മഞ്ഞ ലൈനോ വയർ ലൈനോ വ്യത്യാസമുള്ളൂ. പ്രോസസ്സും സെയിം ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ടാണ് ഞാൻ എന്റെ ഡിഗ്രിയും MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി ബോറിംഗ് ജോബ്. നത്തിങ് ക്രിയേറ്റീവ്, ഒന്നും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം സാലറിയുടെ സുരക്ഷിതത്വം ഉണ്ട്, ജോലിയുടെ സുരക്ഷിതത്വം ഉണ്ട്. വേറെ ആരും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റുന്നില്ല. ഈവൻ അവിടേക്ക് എത്രയോ ദിവസം ലീവ് എടുത്താൽ പോലും യൂണിയനൊക്കെ സപ്പോർട്ട് ചെയ്യും, ഈവൻ ദോ ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി. പക്ഷെ ഐ റിസൈൻ മൈ ജോബ്. ഐ വെന്റ് ടു ഗൾഫ് ആസ് എ സൂപ്പർവൈസർ. ഞാൻ എന്നിട്ട് അവിടെയും പോയി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ GM ആയിട്ടിരുന്നു. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നു. എനിക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു കമ്പനിയുടെ GM പൊസിഷൻ, അവിടെയാണെങ്കിൽ ഞാൻ വെറും ഒരു വർക്കറായിട്ട് നിന്ന് പോകുള്ളായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ എന്റെ ഫാദർ പറയുമായിരുന്നു, ഓസ്റ്റിൻ, നീ കക്ഷത്തിലുള്ളത് കളഞ്ഞിട്ട് ഉത്തരത്തിലുള്ളത് എടുക്കാൻ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐ ടുക്ക് എ ഡിസിഷൻ, ദെൻ ഐ സ്റ്റിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ ഒരു പ്ലേ ആയിട്ട് മാറട്ടെ. ഓരോ നിമിഷവും നിങ്ങൾ ജോലി ചെയ്യുന്നത്, കാര്യം നമ്മുടെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജോലി സ്ഥലത്താണ്. സെക്കൻഡ് ഹോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങാൻ ചെലവഴിക്കുന്നു. ജോലിക്കുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും ജോലി സമയം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെലവഴിക്കുന്ന സമയത്തേക്കാളും കൂടുതൽ നമ്മൾ ഓഫീസിലാണ് ചെലവഴിക്കുന്നത്. അത് നമ്മൾ ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ജോലി ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ഭാരവും ദുരിതമായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി ഇഷ്ടപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. Over to you. Thank you, sir. താങ്ക് യു ഓസ്റ്റിൻ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഓസ്റ്റിൻ സാറെ ഇന്നത്തെ സെഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഹായ് സാർ, മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. എനിക്ക് ഇതിനകത്ത് ഒരു ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് പുതിയ ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഓവർലോഡായി ഞാൻ നൈറ്റിൽ നിന്ന് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം രാത്രി 2 മണി 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് അതുപോലെ ഇരുന്ന് ചെയ്യാൻ പറ്റാറില്ല. 10 മണി 11 മണിയാകുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. പിന്നെ എനിക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണില്ല. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിലും അതെൻ്റെ പേഴ്സണൽ ടൈമിനെയും കൂടി ബാധിച്ച് അങ്ങനെ തരുമ്പോൾ ആ ജോലിനോട് എനിക്ക് ഉള്ള ഇഷ്ടം അങ്ങ് പോവുകയാണ്. അത് ഒരു മടി പോലെ വരുന്നു. അപ്പം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് എന്താണെങ്കിലും തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു മടി പോലെ ഇങ്ങനെ തോന്നുന്നു. അതിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ടൈം ഒരിക്കലും ജോലി ടൈം കവർ ചെയ്യരുത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സർ, ദിസ് ഈസ് മൈ ടൈം, ഐ ആം ഡൂയിങ് ദിസ് ജോബ്. ഞാനത് പലപ്പോഴും എനിക്കും ബുദ്ധിമുട്ടായിരുന്നു ഇനീഷ്യലി ഒക്കെ. പക്ഷെ
നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് അവരോട് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ പേഴ്സണൽ ടൈം എപ്പോഴും നമ്മൾ പേഴ്സണൽ ടൈം ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഹോളിക് ആണ്, അത് ഒരിക്കലും വർക്ക് ഹോളിക് ആവരുത്. നമ്മുടെ ടൈം നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നെ നമ്മൾ എക്സ്ട്രാ ജോലി ചെയ്യുന്നതിന് നമുക്ക് അവർ പ്രത്യേകിച്ച് പൈസയൊന്നും എക്സ്ട്രാ തരുന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ വർക്ക് ടൈമിൽ നമ്മൾ ജോലി ചെയ്യുക, ആ സമയം വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുക. അതിന് നമ്മൾ വെള്ളം ചേർക്കാൻ പോകരുത്. നമ്മളിപ്പം 8 മണിക്കൂറാണ് നമ്മുടെ ഡ്യൂട്ടി എങ്കിൽ ആ 8 അവേഴ്സിൽ മൊബൈൽ ഫോൺ നോക്കാനോ ബാക്കിയുള്ള ചായ കുടിക്കാനോ എന്റർടൈൻമെന്റ് ഒന്നും നോക്കാതെ ആ 8 അവേഴ്സ് പക്കയായിട്ട് ചെയ്യുക. മാക്സിമം വളരെ അർജന്റ് ജോബ് ആണെങ്കിൽ ഒരു 1 അവർ കൂടി ചെയ്യുക മാക്സിമം. അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പറയാം സർ സ്റ്റോപ്പ്. അത് ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ബോൾഡ് ആയിട്ട് പറയാം. സർ ഐ ഓൾസോ നീഡ് സം പേഴ്സണൽ ടൈം, ഐ കുഡിൻ വർക്ക് ലൈക്ക് ദിസ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് യു ചേഞ്ച് എ ജോബ്. കാര്യം നമ്മളെ കൊന്നൊരിക്കലും നമ്മൾ ഒരിക്കലും ജോലി ചെയ്യും. ഇപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ സ്വന്തം ഒരു പ്രസ്ഥാനമൊക്കെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഞാൻ പറയാം നമ്മൾ വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നില്ല. 8 അവേഴ്സ് വാട്ട് എവർ ദ ടൈം അവൈലബിൾ ടു യു, അലോട്ടഡ് ടു യു, വാട്ട് അവേഴ്സ് ദേ ആർ പേയിങ് ടു യു, യു ഡു ദ വർക്ക്. ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഒരു സെക്കൻഡ് പോലും എക്സ്ട്രാ വർക്ക് ചെയ്ത് ആ പൈസയ്ക്ക് അവർ പൈസ കൊടുക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പക്ഷെ അവർ മേക്ക് ഷുവർ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന അവേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടെന്നുള്ളത്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എക്സ്ട്രാ അവേഴ്സ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ പോലും യു ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു കിൽ യു. നിങ്ങൾ ഓവർ സ്ട്രെസ് ആവും. കാര്യം നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ സ്ട്രെസ്ഡ് ആവും. ഫൈനലി ദാറ്റ് വിൽ എഫക്ട് യുവർ ബോഡി, മൈൻഡ് ആൻഡ് എവറിത്തിങ്. ദെൻ ഫൈനലി യു വിൽ ബി എ സിക്ക്. നിങ്ങൾ സിക്ക് ആയി കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ നോക്കാനുണ്ടാവില്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. എന്റെ അഡ്വൈസ് ആണ്. പക്ഷെ ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഒരു അവസ്ഥക്കനുസരിച്ച് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ സർ, ഗോട്ട് ഇറ്റ്. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പലവട്ടം അതിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടില്ല, എനിക്കിത് പേഴ്സണൽ ടൈമാണ്, മറ്റു കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞൊരു പൊളൈറ്റ്ലി അവരെ പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വേറൊരു ചേഞ്ചസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സാറിന്റെ ക്ലാസ്സുകളെല്ലാം കേട്ടപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. താങ്ക് യു ശ്രീഷ്ണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഫീഡ്ബാക്കും ഇല്ല. അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു സർ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. നല്ല ക്ലാസ് ആയിരുന്നു. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് ഞാൻ പറയാം. അതായത് 100% നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് നമ്മളെ കപ്പാസിറ്റി ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുക. പിന്നെ കുറെ കൊല്ലങ്ങളായി തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, നമ്മളൊരു നല്ല വർക്കറായി നല്ലൊരു മനുഷ്യനായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിലെ ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് മുന്നേറാൻ പറ്റുക. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പഴയകാല ഓർമ്മ വരാൻ പറ്റി. ഏതായാലും പല സന്ദർഭത്തിലും സാറിന്റെ ഒരു മാതൃക എടുക്കാണ് പല പ്രാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം സാറ് ഈസ്റ്ററിന്റെ സമയത്ത് പോലും ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഒക്കേഷനിലും അതായത് ഹോട്ടൽ മുറിയിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. വളരെയധികം താങ്ക്സ് പറയാണ്. ആ വർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു സാർ. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഹലോ ഹായ്. എന്ത് മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. ഇഷ്ടത്തോടു കൂടിയുള്ള ജോലിയാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടത്തോടു കൂടിയുള്ള ജോലിയാണ്. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണ്. അതും ചെറിയ കുട്ടികളാകുമ്പോ നല്ല രസമാണല്ലോ അവരായിട്ട് ഇരിക്കാന്. പക്ഷെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രമോഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം ഇപ്പൊ CDPO സൂപ്പർവൈസറോ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻകം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നമുക്ക് വർക്ക് ലോഡ് കൂടും. എപ്പോഴും സാറന്മാര് പറയണത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ജോലിഭാരാണ്, അതിലും ഇരട്ടിയാണ് അവർക്ക് ജോലിഭാരം. അപ്പൊ അത് കേൾക്കും. അപ്പൊ തോന്നും വേണ്ട, ഈ കുട്ടികളെ അടുത്ത് ഇരിക്കുന്ന രസം അവരായിട്ടുള്ള ആ ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് എന്റെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഒരു മാറ്റം വേണ്ടേന്ന് ചോദിച്ചാല് ഇതാണ് പ്രശ്നം. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയാൽ എപ്പോഴും എല്ലാരും പറയണ പോലെ അയ്യോ ടൈമില്ല.
അതെന്തെങ്കിലും നമുക്ക് പറ്റിയതൊരു ജോലി കിട്ടുകയാണെങ്കിലൊക്കെ നമ്മൾ സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ അംഗൻവാടി ടീച്ചറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ജോലിയും അവരുടെ തലയിലാണ്. ഒരു ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ജോലി അവർക്കുള്ളതാണ്. മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ നമ്മളെ തലയിലേക്ക് തരും. ഇപ്പൊ BLO ഡ്യൂട്ടി അതാ വരുന്നത്, എലക്ഷൻ അങ്ങനെ വരാൻ പോണത്. ഇനി നമുക്ക് ഈ വിഷു അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരക്കാണ്. ഏരിയയിൽ ഇറങ്ങലും സ്ലിപ്പ് കൊടുക്കാൻ നടക്കലും ഭയങ്കര തിരക്കുള്ള ജോലിയാണ്. അംഗൻവാടിക്കാർ ഇതിനൊക്കെ ഒഴിഞ്ഞിട്ടേക്കാ തോന്നും ചില സമയത്ത് ഞങ്ങക്ക്. അപ്പൊ ഈ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സോ താങ്ക് മച്ച്. യു. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. മാജിക് മോർണിംഗ്. സാറേ ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാർ പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ അവിടെ വർക്കിനൊക്കെ വരും. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് ഹിന്ദിക്കാരൊക്കെ വർക്കിന് വരുമ്പോൾ ഫുൾ ടൈം അവര് പാട്ട് വെച്ചിട്ടാണ് അവരിയ്ക്കുന്നുണ്ടാവുക. അപ്പോ അവരത് എത്രയും വഴി മക്കളെയും വൈഫിനെയും കുടുംബത്തിനെയൊക്കെ വിട്ടു വന്നിട്ട് അവർക്ക് ഒരിക്കലും അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇവിടെ നിലനിൽക്കാൻ പറ്റുക അവർ അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റ ആളെ പോലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാവരും എപ്പോഴും പാട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഇതിലെ എൻജോയ്മെന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പലരും നമ്മളുടെ ഇപ്പൊ ഞാനൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും അതിലേക്കൊരു എൻജോയ്മെന്റ് ആയിട്ട് അതെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ജോബ് കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ പോകണു, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വിരോധമില്ല, അവർ പാട്ട് വയ്ക്കുകയോ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് ആ വർക്കിലേക്ക് ശ്രദ്ധ വരുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ചെയ്യുന്ന ജോലിയിൽ എനിക്ക് 2-3 സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ 2-3 കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. 3 കാര്യങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ ചില സമയത്ത് വിചാരിക്കും എന്റെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതിലേക്ക് മാത്രമായിട്ട് പോയാലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഞാനൊരു വുഡിന്റെ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. വുഡിന്റെ വർക്ക് എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ രാത്രി സാർ പറഞ്ഞ പോലെ രാത്രി 12 മണിയായാലും നമുക്ക് നിർത്താൻ തോന്നില്ല. അപ്പൊ അതാണ് എന്റെ പാഷൻ എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും നമുക്ക് ചെയ്യുന്ന വർക്കിനോട് കൂറ് പുലർത്തുക എന്നുള്ളതാണ് സാർ പറഞ്ഞത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഷാജിൻ സർ, താങ്ക് യു. ഇനി ആർക്കും ഡൗട്ട്സും ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഹലോ. ദിവ്യ മാം പറഞ്ഞു. ഹലോ. സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാര്യം എനിക്കും ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ ഇതാണ് ടൈമിങ് കൂടുതൽ, എന്താ പറയാ, ജോലിക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. എന്താ പറയാ, പല കാര്യങ്ങളും തീർത്തിട്ട് വേണം പിറ്റേ ദിവസം പോണെങ്കിൽ എന്ന് പറഞ്ഞാൽ വൈകിട്ട് പോണെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തില് കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുമ്പോ ഭയങ്കരമായിട്ട് മൈൻഡ് ഇറിറ്റേറ്റ് ആവും ചില ദിവസങ്ങളില്. അപ്പോ അത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് മിക്കപ്പോഴും, കൂടുതൽ സമയം പോകുന്നു എന്നുള്ള രീതിയില്. അപ്പോ അതിനു വേണ്ടി നല്ലൊരു കാര്യം പറഞ്ഞു തന്നതില് താങ്ക് യു. വേറൊന്നല്ല, അതെന്നുവെച്ചാല് ഇത് മറ്റേ ഒരു 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 ആള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു വൈറ്റമിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വൈറ്റമിന്റെ കുറവുണ്ട്, വൈറ്റമിൻ എന്നിന്റെ കുറവുണ്ട്. വൈറ്റമിൻ എൻ, ആ എന്ന് കുറവുള്ളതാണ് ദിവ്യക്കും ശ്രീഷ്മയ്ക്കും ഒക്കെ പ്രശ്നം വരുന്നത്. ആ വൈറ്റമിൻ എൻ ഏതാണെന്നറിയോ? കടയിൽ പോയാൽ മറ്റേ മെഡിക്കൽ ഷോപ്പിൽ പോയി കിട്ടൂല. വൈറ്റമിൻ എൻ എന്ന് പറഞ്ഞാല് സേ നോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യം പഠിക്കുന്നത് നോ പറയാണ്. അതായത് അതുകൊണ്ട് തകർന്നു പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം വെച്ചാല് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ശ്രീഷ്മയോട് പറഞ്ഞ പോലെ, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാം, അത് അതേ സമയത്ത് ചെയ്യാം. എക്സ്ട്രാ വരുന്ന സമയത്ത് യു ഹാവ് ടു സേ ഇറ്റ്സ് എ നോ. ഇഫ് യു ആർ നോട്ട് സേയിങ് നോ, നിങ്ങൾ ഈ ബേർഡൻസ് മുഴുവൻ വലിച്ചു വെക്കും. പിന്നെ ഫൈനലി നിങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും കാര്യം. നിങ്ങളൊരു ജോലിയെ അസൈൻ ചെയ്തിട്ട് അത് തീർത്തില്ലെങ്കിൽ കമ്പനിക്ക് വലിയ പ്രശ്നമാവും. അത് പിന്നെ നിങ്ങൾ നോ പറഞ്ഞാൽ ചിലപ്പോൾ അവരത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമായിരിക്കും. നിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ യു ആർ കമ്മിറ്റഡ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. മറിച്ച് പറയണ സാർ, എനിക്ക് ഇപ്പോഴത്തെ ടൈമിൽ ദിസ് ഈസ് ദ ടൈം, എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, സോ യു ജസ്റ്റ് അസൈൻ ടു സംവൺ എൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കമ്പനിയിൽ ഞാൻ പറയും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് 1-2 പേരുണ്ട്. അവർ നമ്മുടെ കീഴിൽ ഇങ്ങനെ എന്താ പറയാ, ഈ മറ്റേ ചെടി നനയ്ക്കുമ്പോൾ ഇതും കൂടിയും പുല്ലും കൂടി നനഞ്ഞോളെന്ന് പറഞ്ഞ അവരങ്ങനെ വളർന്നു വരാം. ഇപ്പൊ പുതിയ പ്രോജക്ട്സും കൂടിയും വന്ന്, അപ്പൊ പുതിയ പ്രോജക്ട്സ് വന്ന സമയത്ത് എന്നോട് എന്റെ സാർ പറയും മോസ്റ്റ്ലി അത് നോക്കണം, ഇത് നോക്കണം. അപ്പൊ സാർ ഇൻവോൾവ് ആണ് അതിനകത്ത്. പക്ഷെ ഞാൻ അതിനധികം തിരിഞ്ഞു നോക്കിയില്ല ഇൻ ദ സെൻസ്
ഐ എം ബിസി വിത്ത് അതർ വർക്ക്സ്. അപ്പൊ ഞാൻ അതിനകത്ത് കാര്യമായിട്ട് കമന്റ് ചെയ്യാണ്ടായി കഴിഞ്ഞ സമയത്ത് പുള്ളി ഇന്നലെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് ജൂനിയേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് നിങ്ങൾ ജൂനിയേഴ്സ് വളർന്നു വരണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഓസ്റ്റിനെ ഞാൻ മാറ്റാണ്. കാര്യം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് ഓസ്റ്റിന് പുതിയ ജോലികൾ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടം പുതിയ ജോലികൾ ചെയ്യാനാ. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ പുതിയത് വരും അത് പിടിക്കും, മറ്റേത് വരും അത് പിടിക്കും. ഈ പിടിച്ച എല്ലാ ജോലിയുടെയും സ്ട്രെസ്സും കൂടിയും എന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ പ്രാന്താവാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒരു ചെറിയൊരു ടെൻഷൻ നടക്കുന്നുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഐ ലോസ്റ്റ് മൈ സ്ലീപ്പ്, ഐ ലോസ്റ്റ് എവറിഥിങ്. സോ ഇന്നലെ പുള്ളി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഓസ്റ്റിനെ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് ഓസ്റ്റിനെ കുറച്ചും കൂടി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി ഇതൊരു ഓട്ടോമേറ്റഡ് ആയി. നൗ യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, യു ഹാവ് ടു റൺ. അതിനും ഓസ്റ്റിനെ വിളിക്കരുത് എന്നുള്ള ഇതിൽ മോളിൽ നിന്ന് വന്നു. അപ്പൊ നമ്മൾ വെനെവർ സേ വി നോ, ദാറ്റ് ഈസ് എ പവർ ഓഫ് നോ. നമ്മൾ അതുകൊണ്ട് തകർന്നൊന്നും പോവില്ല, ജോലിയൊന്നും പോവില്ല. നാളെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകാനൊന്നും പറയില്ല. ഇഫ് യു റിയലി വർക്ക് ഗുഡ് ഓവർ ദെയർ ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ നോ പറയില്ല. അവർ അതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കണ്ടെത്തി തരും. മറിച്ച് നിങ്ങൾ നോ പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും. ശരിയാണ് സർ. കാരണം വെച്ചാൽ കൂടുതൽ വർക്ക് വരുമ്പോഴേ പിന്നെ നമ്മളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരിക്കലും വർക്ക് ചെയ്യരുത്. അതിലും നല്ലത് നിങ്ങൾ നോ പറയാം. അത് ഇന്ന് മുതൽ പഠിച്ചോ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, വൈറ്റമിൻ എൻ എന്ന് ഓർത്താൽ മതി. നിങ്ങൾക്ക് വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി ആണ്. ആ എൻ ഡെഫിഷ്യൻസി വീട്ടിൽ പോലും നോ പറയണം. വീട്ടിലെ ഇപ്പൊ ഹസ്ബൻഡ് ഒക്കെ വന്നിട്ട് പറയണം, എനിക്ക് ഇത് ഒരു കറി ഉണ്ട്, ഇനിയിപ്പോ 2 കറി കൂടി വേണമെന്ന് പറഞ്ഞാൽ നോ, ഇന്ന് പറ്റൂല, വയ്യ. സോ സേ നോ. അത് നമ്മൾ നോ പറയാൻ പഠിച്ചാൽ മാത്രമേ ലൈഫിൽ. ഞാൻ നിങ്ങളുടെ പോലത്തെ ആളായിരുന്നു കേട്ടോ ദിവ്യ. നിങ്ങൾ ഒരിക്കലും വലിയ സംഭവമാണ്. പക്ഷെ നിങ്ങളെക്കാൾ ഫലത്തായിരുന്നു ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത് ഈ പഠിപ്പിക്കുന്നപ്പോ സാർ മണി സാർ പറഞ്ഞ പോലെ ഇത്ര ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നതിന് എന്താ കേസ് എന്ന് വെച്ചാല് നമ്മൾ ഇതിൽ കൂടുതൽ നമ്മൾ ഇമ്പ്രൂവ് ആവും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നമ്മളും ഇമ്പ്രൂവ് ആവും, നമ്മളും പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പക്ഷെ അത്യാവശ്യം നോ പറയാൻ പഠിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല. അവർക്ക് വേണമെങ്കിൽ വേണ്ട. കാര്യം ഞാൻ എന്റെ ജോലി ആത്മാർത്ഥ ചെയ്യണമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സോ വൈ ഐ വാണ്ട് ടു ഫിയർ. അവർക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടോടെ, എനിക്ക് അടുത്ത പണി കിട്ടും. എനിക്ക് എന്റെ സ്കില്ല് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സോ അവരങ്ങനെ പറഞ്ഞു വിടത്തില്ല. ഞാനൊരു കമ്പനിയിൽ GM ആയിട്ടിരിക്കുന്നതുകൊണ്ടും എന്റെ കീഴിൽ 10-40 പേര് വർക്ക് ചെയ്യുന്നതുകൊണ്ടും എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു എംപ്ലോയിനെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പൊ ഞാൻ അതിന് ഒരു പുതിയൊരു സൊല്യൂഷൻസ്, ബഷീർ സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനൊരു സൊല്യൂഷൻ നമ്മൾ അത് കൃത്യമായിട്ട് അവര് കണ്ടെത്തി തരും. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ കണ്ടെത്തി കൊടുക്കും, പറ്റില്ലെങ്കിൽ. സമയം കൂടുതലായെന്ന് തോന്നുന്നു. നല്ലൊരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. മുഫീദ ക്ലോസ് ചെയ്യാനോ? ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഇന്നത്തെ സെഷൻ എടുത്തിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറും ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും ഒരുപാട് താങ്ക് യു. നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണേ. സോ താങ്ക് യു ഓൾ. Thank you all. Bye. Love you. Thank you sir. Thank you sir. Thank you, Austin sir. Thank you all.